നമ്മുടെ നാടിനെ നടുക്കിയ സംഭവമാണ് 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സ്കൂൾ അധ്യാപകനായിരുന്ന ചെറുകരക്കോണം സ്വദേശി സന്ദീപ് 23-കാരിയായ ഡോക്ടറെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഡോക്ടർ വന്ദനയെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് കേരളം ഓർക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന കോട്ടയം മുട്ടിച്ചിറ കാളിപ്പറമ്പിലെ KG മോഹൻദാസിൻ്റെയും വസന്തകുമാരിയുടെയും ഏക മകളായിരുന്നു ഡോക്ടർ വന്ദന. 2023 മെയ് 10 പുലർച്ചെയാണ് പോലീസ് സന്ദീപ് എന്നയാളെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇയാൾ അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ ബ്ലേഡ് എടുത്ത് ഡോക്ടർ വന്ദനയെ കുത്തിവീഴ്ത്തുകയായിരുന്നു. സന്ദീപിൻ്റെ ആക്രമണത്തിൽ 3 പോലീസുകാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു കുരുന്നിനെയാണ് കണ്ണടച്ച് തുറക്കും മുമ്പ് അധ്യാപകൻ കൂടിയായിരുന്ന ഒരാൾ കൊന്നു തള്ളിയത്. ഈ കേസിൽ സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും അന്തിമവാദം പൂർത്തിയായത്. അധ്യാപകനായിരുന്ന സന്ദീപിനെ അതിക്രമം നടന്ന ഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്താക്കിയിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് വന്ദനയുടെ കൊലപാതകം. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നിയമ ഭേദഗതി അടക്കം ഈ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടായി. കർശന ശിക്ഷകൾ ഉൾപ്പെടുത്തിയാണ് നിയമ ഭേദഗതി ഉണ്ടായത്. തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ജോസിന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. പ്രതിഭാഗത്തിനു വേണ്ടി ആദ്യം വക്കാലെടുത്തത് അഡ്വക്കേറ്റ് ആളൂരായിരുന്നു. പ്രതിയുടെ മനോനില തകരാറിലാണെന്ന വാദവുമായി പ്രതിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.